ഇന്ന് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ എഴുന്നേൽക്കുന്നത് കേട്ടോ. എന്തൊക്കെയോ പുത്തൻ പ്രതീക്ഷകളും പ്രത്യാശയുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം. ആ സന്തോഷത്തിന് കാരണം മറ്റൊന്നുമല്ല, നമ്മളെവിടേക്കോ അടയ്ക്കപ്പെട്ടിരുന്നു. പിശാചിൻ്റെ ചതിവിലും വഞ്ചനയിലും ഒക്കെ നമ്മൾ അടയ്ക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ ദൈവം കൂട്ടൻസ് പറഞ്ഞത് നമ്മളെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമാണ് ഇന്ന് എനിക്ക് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഇച്ചിരി നേരം ഇരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരു വിചാരമാണ്. ഇനി ഒട്ടും സമയം കിട്ടില്ലെങ്കിലും പോകുന്ന വഴിക്കാണെങ്കിലും ശരി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇച്ചിരി ഓട്സ് ഉണ്ടാക്കി കഴിച്ചു. ഇന്ന് എനിക്ക് ഒരു ക്ലാസ് ഉണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ആ ക്ലാസ്സിൻ്റെ പേര് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വർക്ക്ഷോപ്പ് എന്നാണ് അതിൻ്റെ പേര്. ചുരുക്കി പറഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കൂടെ ഇരുന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് റിഫ്രഷ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ വയറ് നിറച്ച് കഴിച്ചു. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടെയൊക്കെയോ ദൈവത്തിന് വേണ്ടി നന്ദി പറയാനൊരു ഹൃദയം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കയറി. അവിടെ പഠിപ്പിച്ച 1-2 കാര്യങ്ങൾ നിങ്ങളോടും ചേർത്ത് പറയാം. ഒന്ന്, ബ്ലഡ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലഡ് റിസീവ് ചെയ്യാം. ഈ 2 കാര്യങ്ങൾ അതിൽ നടക്കുന്നത്. അതിൽ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇച്ചിരി ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ കൂടി വന്നാൽ 250 ml ആയിരിക്കും എടുക്കുന്നത്. അല്ലെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ അവരെടുത്ത് വെച്ച് കുഴപ്പമില്ല, ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്കത് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിൽ നല്ല ഫുഡ് കഴിക്കുക, നല്ല വിറ്റാമിൻസ് അയൺ ചേർന്ന ഫുഡുകൾ, പിന്നെ ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ആ ബ്ലഡ് നമുക്ക് തിരിച്ചു വരും. നല്ലത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യമാണ്. പക്ഷേങ്കിൽ ബ്ലഡ് റിസീവ് ചെയ്യുന്നവരാണെങ്കിൽ നിശ്ചയമായിട്ടും നന്നായി നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. അങ്ങനെ ഒരു അവസ്ഥ ആർക്കും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പക്ഷേങ്കിൽ ബ്ലഡ് റിസീവ് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമുക്ക് ബ്ലഡ് റിസീവ് ചെയ്ത് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ബ്ലഡ് റിസീവ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഒന്നാമത് മറ്റുള്ള രക്തമാണ്. അത് നമ്മൾ ഒത്തിരിയും കമ്പാറ്റബിലിറ്റി ഒക്കെ നോക്കും. ലൈക്ക് ഗ്രൂപ്പ് ചേരുന്നുണ്ടോ, നമ്മുടെ രക്തം തമ്മിൽ ചേരുന്നുണ്ടോ, പിന്നെ എന്താ പറയുന്നത്, അതിനകത്തിൽ മറ്റസുഖങ്ങളൊന്നും ഇല്ലാന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള രക്തം കുത്തിവെക്കുന്നത്. കുത്തിവെച്ചാൽ അത് തീരുവളം 250 ml ആയിരിക്കാം. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് അത്രയുമാണ്. അത് നമുക്ക് കിട്ടുമ്പോൾ ചിലപ്പം നമുക്ക് അന്നേരം പ്രശ്നമൊന്നും തോന്നി എന്ന് വരികയില്ല. പക്ഷേങ്കിൽ ഒരാഴ്ച കഴിയുമ്പം, 1 മാസം കഴിയുമ്പോൾ, 1 വർഷം വരെയും അതിൻ്റെ റിയാക്ഷൻസ് പിന്നീട് കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ ബ്ലഡ് റിസീവ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരിയും കെയർഫുൾ ആയിരിക്കണം. അതിനേക്കാളൊക്കെ ഒത്തിരിയും പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. ചിലപ്പം തലവേദനയായിരിക്കാം, അല്ലെങ്കിൽ വിട്ടുമാറാത്ത പനി, അല്ലെങ്കിൽ മൂത്രത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ശരീരത്തിൽ എന്തെങ്കിലും ഒരു സിംറ്റം കാണിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് അതിനെ ട്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞത് 17ാമത്തെ നൂറ്റാണ്ട് വരെ അവർ ഈ ബ്ലഡിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കുന്നവരായിരുന്നില്ല. ആവശ്യക്കാരാണ് അവർക്ക് ബ്ലഡ് കൊടുക്കുക എന്ന് മാത്രമായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരാൾക്ക് മരണം സംഭവിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ABO ഗ്രൂപ്പും കമ്പാരിറ്റബിലിറ്റി ഒക്കെ അവർ നോക്കാൻ തുടങ്ങിയത്. ഇന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു റിസ്കി പ്രൊസീജിയറാണ്. അത്രയ്ക്ക് ശ്രദ്ധയോടെ ചെയ്തെടുക്കേണ്ട ഒരു പ്രൊസീജിയറാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോൾ ഇഷ്ടംപോലെ മീനുകൾ പല നിറത്തിലുള്ളത് വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നു. അതിനെയും ഞങ്ങൾ ഫ്രെയിമിലാക്കി. അത് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കും നല്ല ഫുഡുണ്ടായിരുന്നു. അതും ഇഷ്ടംപോലെ വയറ് നിറച്ച് കഴിച്ചു. എന്നിട്ട് കൂടെ ചേർന്ന് നിന്ന് 2-3 ഫോട്ടോകൾ എടുത്തു. ക്ലാസ് കഴിഞ്ഞു, വീട്ടിൽ പോന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞു. ആമേൻ.